ഹായ് ഹലോ, എങ്ങോട്ടാണ് ഈ നടപ്പെന്നല്ലേ വിചാരിക്കണേ? വേറൊന്നുമല്ല. ഈ കഥ പറയണമെങ്കിൽ 6 മാസം മുന്നേ ഉള്ളൊരു കഥ പറയണം. കറക്റ്റ് ഒരു 6 മാസം മുന്നെയാണ് നമ്മുടെ ഓല കംപ്ലൈൻ്റ് ആയിട്ട് ചേർത്തലയുള്ള ഷോറൂമിൽ കൊണ്ടു കൊടുത്തത്. ഇപ്പം ശരിയാക്കി തരാം, ഇപ്പം ശരിയാക്കി തരാമെന്ന് പറഞ്ഞു വണ്ടി ഒരു 3-4 മാസം അവിടെ ഇരുന്നു. മഴയും പൊടിയും എല്ലാം കൊണ്ട് ഈ ഹൈവേയുടെ സൈഡിൽ. അങ്ങനെ പിന്നെ 3 മാസം കഴിഞ്ഞപ്പോൾ പുതിയ ബാറ്ററി വെച്ചു എന്നും പറഞ്ഞു വണ്ടി തന്നു. പിറ്റേ ദിവസം വീണ്ടും കംപ്ലൈൻ്റ് ആയി. വിളിച്ചു വെച്ചപ്പോൾ പറഞ്ഞു പുതിയതല്ല, പഴയ ബാറ്ററിയാണ് വെച്ചത്. അങ്ങനെ പിന്നെ പെട്ടി ഓട്ടോറിക്ഷയും എയ്സും ഒക്കെ വിളിച്ച് നേരെ വണ്ടി എടുത്ത് പൊക്കി എടപ്പള്ളിയിലെ ഷോറൂമിൽ കൊണ്ടുപോയി. അവിടെ പിന്നെ വെച്ചതിനും നിന്നതിനൊന്നും കണക്കില്ല. 2 ദിവസത്തിനുള്ളിൽ തരാമെന്ന് പറഞ്ഞ വണ്ടി 4 മാസം അവിടെ ഇരുന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് പോയി അന്വേഷിക്കും, വരും. അപ്പോൾ പറയും അടുത്ത ആഴ്ച തരാം. വീണ്ടും പോവും, അപ്പോൾ അടുത്ത ആഴ്ച തരാം. പിന്നെ നിങ്ങൾക്ക് വല്ല കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ ട്വിറ്ററിൽ കൊണ്ടുപോയി പോസ്റ്റ് ചെയ്യാൻ അവിടെ നിൽക്കുന്ന മഹാന്മാർ പറഞ്ഞു. ഇവരുടെ സർവീസ് സെൻറ്ററിൽ ഫോൺ വിളിച്ചെടുക്കാൻ അറിയത്തില്ല, അതുകൊണ്ട് പോയി വേണം അന്വേഷിക്കാൻ. എപ്പോൾ പോയാലും അവിടുത്തെ മഹാന്മാർ മാറി മാറിക്കൊണ്ടിരിക്കും. വണ്ടിയുടെ കംപ്ലൈൻറ്റും മാറി മാറി അവർ പറഞ്ഞുകൊണ്ടിരിക്കും. എന്താ കംപ്ലൈൻ്റ് എന്ന് അവർക്ക് പോലും അറിയത്തില്ല. അങ്ങനെ മൊത്തം 6 മാസത്തെ കാത്തിരിപ്പിന് ശേഷം വണ്ടി കിട്ടി. വണ്ടി കിട്ടിയപ്പോഴാണെങ്കിലോ മൊത്തം പൊടിയും അഴുക്കും ചെടിയും. പിന്നെ പൊടിയും അഴുക്കും കഴുകി കഴിഞ്ഞാൽ പോവാന്ന് വയ്ക്കാം. ബാക്കിയാണെങ്കിലോ വണ്ടിയുടെ സൈഡ് ഫുള്ള് തുരുമ്പിച്ചു. ഇത് ചോദിച്ചപ്പോൾ അവർ പറയുവാണ് ഇത് ഞങ്ങളുടെ ഉത്തരവാദിത്വമല്ലാന്ന്. പിന്നെ അവരുടെ സർവീസ് സെൻറ്ററിൽ കൊണ്ട് വെച്ച വണ്ടി ആരുടെ ഉത്തരവാദിത്തമാണ്? എൻ്റെ വണ്ടി പിന്നെയുണ്ട്. അവിടെ ഇരിക്കുന്ന ബാക്കി വണ്ടികൾ കണ്ടാൽ നമുക്ക് തന്നെ സങ്കടം തോന്നും. പിന്നെ ആ പൊടി ഒഴുക്കും കഴുകി കളഞ്ഞിട്ട് വീട്ടിൽ കൊണ്ടുവരാമെന്ന് വെച്ചു. അങ്ങനെ പിന്നെ അത് വണ്ടി വാഷ് ചെയ്തിട്ടാണ് വീട്ടിൽ പോയത്. ഓല മേടിച്ച് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു പെട്ടി ഓട്ടോറിക്ഷക്കാരുടെ നമ്പർ സേവ് ചെയ്ത് വെച്ചോട്ടോ. എപ്പോഴാവശ്യം തന്നെ എന്ന് പറയാൻ പറ്റില്ല.